സിംഗപ്പൂർ ചോയ്സ് സമർപ്പിക്കുന്നത് ഹൗസ് ബ്രാൻഡ് തനതായ സ്വാദിന്റെ സംതൃപ്തി. പവേഡ് ബോയ് ഓൾ ഇന്ത്യ സൂപ്പർ മാർട്ട് സിംഗപ്പൂർ, ഹോൾസെയിൽ പ്രൈസ് അറ്റ് റീറ്റെയിൽ മാർട്ട്. കോ സ്പോൺസേഡ് ബൈ തിരുമലാഗി, ദ ട്രസ്റ്റഡ് ടേസ്റ്റ് ഓഫ് കൗഗി. സിംഗപ്പൂർ ചോയ്സിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. ഒരുപാട് വിശേഷങ്ങളും കാഴ്ചകളുമായിട്ടാണ് സിംഗപ്പൂർ ചോയ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്ഥിരം പോലെ നമ്മുടെ സെഗ്മെൻറ്റ്സ് വെച്ച് തന്നെ തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ സെഗ്മെൻറ്റ് കാണാം. സിംഗപ്പൂർ ചോയ്സിലൂടെ നമ്മൾ വളരെ ടാലൻ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സിംഗപ്പൂരിൽ താമസിക്കുന്ന ഒരു ഭരതനാട്യം ഡാൻസറാണ് മഞ്ജു രാജേഷ്. മഞ്ജു സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും വളരെയധികം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. മഞ്ജുവിൻ്റെ വിശേഷങ്ങളിലൂടെ നമുക്ക് കിടക്കാം. നമസ്കാരം മഞ്ജു. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു കേട്ടോ. മഞ്ജു ഈ ഡാൻസിങ് ഫീൽഡിലോട്ട് വന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ വന്നതാണോ, അതോ സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും ആണോ ഈ ഭരതനാട്യം പോലുള്ള ഈ നൃത്തകലയിലേക്ക് വന്നത്? ഭരതനാട്യം അഭ്യസിക്കാൻ തുടങ്ങിയത് 4 വയസ്സിലാണ് ചേട്ടാ. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം എന്നെ കലാമണ്ഡലം കൃഷ്ണകുമാരി ടീച്ചറുടെ അടുത്ത് ചേർത്തി. ഞാൻ അവിടെ കുറേ നാൾ ടീച്ചറുടെ കീഴിൽ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്ത് ഒരുപാട് കലോത്സവങ്ങളിൽ പങ്കെടുത്തു. പിന്നെ കോളേജിലെത്തി. അവിടെ തൃശ്ശൂർ ജോബ് ലോനപ്പൻ മാസ്റ്ററുടെ കീഴിൽ ഒരുപാട് നാൾ അഭ്യസിച്ചു. അദ്ദേഹം ആണ് ഇപ്പോഴും ഈ പ്രായത്തിലും അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടേ ഞാൻ ഏത് പ്രോഗ്രാം എടുക്കുകയാണെങ്കിലും ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൽ ആണ് ഞാനിപ്പോഴും ഡാൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിൽ തന്നെ തൃശ്ശൂർ ജനാർദ്ദന മാസ്റ്ററുടെ കീഴിലും ഞാൻ കുറച്ച് നാൾ അഭ്യസിക്കുകയുണ്ടായി. ഇപ്പോൾ തൃശ്ശൂരാണ് വീട്? അതെ, തൃശ്ശൂരായിരുന്നു. എൻ്റെ സ്കൂൾ ജീവിതവും കോളേജ് ജീവിതവും എല്ലാം തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരിൽ ഏത് കോളേജിലാണ് പഠിച്ചത്? തൃശ്ശൂർ ഞാൻ പ്രീ ഡിഗ്രി തൊട്ട് PG വരെ ഒരേ കോളേജിൽ തന്നെയായിരുന്നു, സെൻറ്റ് മേരീസ് കോളേജിൽ. അവിടെയായിരുന്നു സത്യം പറഞ്ഞാൽ കലാലയ ജീവിതം ഏറ്റവും അധികം ഞങ്ങൾ ആസ്വദിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. കോളേജിന് ഫൈൻ ആർട്സ് സെക്രട്ടറിയായി ഒരുപാട് നാൾ പ്രവർത്തിച്ചു. പിന്നെ കോളേജിനെ റെപ്രസെൻ്റ് ചെയ്ത് കലോത്സവങ്ങളിൽ മാതൃഭൂമി കലോത്സവം, ഡി സോൺ, ഇൻഡസ് സോൺ, അങ്ങനെ പല കലോത്സവങ്ങളിലും ഞങ്ങൾ കുറേ വർഷങ്ങളോളം ഞങ്ങൾ തന്നെയായിരുന്നു ഒരു വിന്നേഴ്സ് അവിടെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് നാൾ കോളേജിന് കീഴിൽ ഞങ്ങൾക്ക് പല വേദികളും ലഭിക്കുകയുണ്ടായിരുന്നു. എവിടെയാണ് മഞ്ജുവിന് ഒരു ബ്രേക്ക് വന്നത്? ഈ നൃത്തത്തിൽ ഇത്രയും നാൾ 4 വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങിയ ഒരാൾ കോളേജ് തലം വരെ നല്ല രീതിയിൽ ഭരതനാട്യം എന്ന ഡാൻസ് കലയെ പ്രോത്സാഹിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? വളരെയധികം സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എവിടെയാണ് മഞ്ജുവിനൊരു ബ്രേക്ക് ആഗ്രഹിച്ച് തന്നെ എടുത്ത ഒരു ബ്രേക്കായിരുന്നു. വിവാഹ ജീവിതത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് മെർച്ചൻ്റ് നേവി ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ മിസ്റ്റർ രാജേഷ് കുറുപ്പ്. പിന്നെ വിവാഹ ജീവിതത്തിന് ശേഷം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഷിപ്പിൽ പല രാജ്യങ്ങളിലും യാത്ര ചെയ്യാൻ സാധിച്ചു. ആ കാലഘട്ടങ്ങളിലെല്ലാം ഞാൻ ആഗ്രഹിച്ച് തന്നെ എടുത്തൊരു ബ്രേക്കായിരുന്നു. പിന്നെ അതിനുശേഷം എൻ്റെ മകൻ മൂത്തമോൻ ആദിത്യ ഇപ്പം 9 years old, പിന്നെ ഇളയ മകൾ 4 വയസ്സായി. അപ്പം ആ സമയമെല്ലാം ഒരു വീട്ടമ്മ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ ഒതുങ്ങിയിരുന്ന കാലഘട്ടം, അതിൻ്റേതായ രീതിയിൽ ആസ്വദിച്ചിരുന്ന കാലഘട്ടം. പിന്നെ അതിനുശേഷം ഷിപ്പിൽ കുറേ രാജ്യങ്ങളെല്ലാം കണ്ടു, തിരിച്ചു വന്നു. പിന്നെ അദ്ദേഹം ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതായത് ഒരു ഷിപ്പ് ബ്രോക്കിംഗ് ആൻഡ് ചാർട്ടറിങ് കമ്പനി. ആ ഫേം തുടങ്ങി. ഞാൻ ചെന്നൈയിലെത്തിയതിന് ശേഷം എനിക്ക് മക്കൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴേക്കും സമയം കൂടുതൽ എനിക്ക് ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രേരണയിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രോത്സാഹനത്തിലും ആണ് പിന്നീട് ഭരതനാട്യം തിരിച്ചു വന്നത്. അപ്പോൾ ചെന്നൈയിലാണ് പിന്നീട് തിരിച്ചു വരുന്നത്. ഭരതനാട്യത്തിൽ അത് ചെറിയൊരു ആയിട്ടുള്ള ഒരു അരങ്ങേറ്റം, രണ്ടാമതൊരു അരങ്ങേറ്റം കുറിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഗുരുവിനെ പിന്നെയും ഒരു കീഴിലൊന്നു, ഇത്രയും നാളൊരു ബ്രേക്ക് വന്നല്ലോ, ഒരു 7-8 വർഷത്തോളം ബ്രേക്ക് വന്നു. അപ്പം ഇനിയും അത് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ ഒരു നല്ല ഗുരുവിൻ്റെ കീഴിൽ ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്യണം എന്നൊരാഗ്രഹം വന്നു. ഞാൻ കലാമണ്ഡലം ക്ഷേമ ടീച്ചറുടെ ഉപദേശം ലഭിച്ചു എനിക്ക്. പിന്നെ ഞാൻ കലാക്ഷേത്ര പാറ്റേൺ, ഭരതനാട്യത്തിലെ കലാക്ഷേത്ര പാറ്റേൺ ഞാൻ എന്നും ആസ്വദിച്ചിരുന്ന ഒരാളായിരുന്നു.
ഇപ്പോൾ ചെന്നൈയിലാണല്ലോ അത് കലാക്ഷേത്ര നമുക്ക് ലഭിക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് ചെന്നൈയിലേ ഉള്ളൂ. അങ്ങനെ എനിക്ക് കലാക്ഷേത്ര കാർവർണൻ സാറിൻ്റെ കീഴിൽ ഞാൻ കുറേ നാൾ അഭ്യസിച്ചു. അതായിരുന്നു ഇപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ കലാക്ഷേത്ര പാറ്റേണാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നതും. നിങ്ങൾ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് തീർച്ചയായും ഒരു കൂട്ടായ്മ ഉണ്ടായി കാണുമല്ലേ ഭരതനാട്യം ഇങ്ങനെയുള്ള നൃത്തകലകൾ പങ്കെടുക്കുമ്പോൾ? പിന്നീട് ഒരു കാലത്ത് അവരുമൊക്കെയായി ചേർന്ന് ഒരു കൂട്ടായ്മയിലൂടെ നിങ്ങൾ ഋതു സംഗമം എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി. വനിതയിലൂടെയൊക്കെ അത് അതർ മീഡിയേഴ്സും ഡിസ്കവർ ചെയ്തു. അതിനെക്കുറിച്ച് എന്താണ്, ഋതു സംഗമത്തിനെ കുറിച്ച് എന്താണ് മഞ്ജുവിന് പറയാനുള്ളത്? എൻ്റെ കോളേജ് കലാലയ ജീവിതത്തിൽ ഞങ്ങൾ കോളേജിൽ നല്ലൊരു ടീമുണ്ടായിരുന്നു. എല്ലാവരും ക്ലാസിക്കൽ ഡാൻസ് നന്നായി ട്രെയിൻ ചെയ്ത ആർട്ടിസ്റ്റുകളായിരുന്നു ആ ടൈമിലുണ്ടായിരുന്നത്. എല്ലാവരും കോളേജ് കഴിയുന്നവരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ പലരും പല ദിക്കുകളിൽ പല രാജ്യങ്ങളിലായി. പക്ഷെ എല്ലാവരുടെ ഉള്ളിൽ ആ നൃത്തം എന്ന പാഷൻ ഇപ്പോഴും അന്നും ഇന്നും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മാരേജ് കഴിഞ്ഞ് കുറേ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇപ്പോഴത്തെ മീഡിയ വാട്സാപ്പില്ല, ഫേസ്ബുക്കില്ല. അപ്പോൾ കുറേ നാൾ ഞങ്ങളുടെ ഇടയിൽ ഒരു ഗ്യാപ്പായിരുന്നു. അതിനുശേഷം വാട്സാപ്പ് തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ അതിലൊരു അനിത എന്ന് പറഞ്ഞ ആളാണ് അഡ്മിൻ. ആളാണ് ഞങ്ങളുടെ ഡാൻസ് ടീമിലെല്ലാവരെയും ഒരു ടീം, നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ പലരും ഇപ്പം ഫിലിമിലും പല ഫീൽഡിലുള്ളവരാണ്. അങ്ങനെ അത് തുടങ്ങി നമ്മൾ ഡാൻസിനെ കുറിച്ച് പല ഡിസ്കഷൻ നടന്നു. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം വീട്ടമ്മമാരെ പോലെ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ധന്യ കിരൺ ആ കുട്ടി ചോദിക്കുകയുണ്ടായി, നമുക്ക് എന്തുകൊണ്ട് ഈ ഡാൻസ് നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊരു ക്വസ്റ്റ്യൻ ആളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. ഞങ്ങളെല്ലാവരും അതിൽ, പ്രത്യേകിച്ച് ഫാമിലി എല്ലാവരും അതിന് സപ്പോർട്ടായി. പിന്നെ ഞങ്ങളെല്ലാവരും രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇവരെല്ലാവരും ജോലി കഴിഞ്ഞ് വന്ന് ഞങ്ങൾ വാട്സാപ്പിലൂടെ ഡാൻസ് അടവുകൾ ഷെയർ ചെയ്ത്, പാട്ടുകൾ ഷെയർ ചെയ്ത്, നൃത്തങ്ങൾ ഷെയർ ചെയ്ത്, അങ്ങനെ നല്ലൊരു കച്ചേരി ഞങ്ങൾ ഫോം ചെയ്തു. സോഷ്യൽ മീഡിയ വളരെയധികം നിങ്ങൾ യൂസ് ചെയ്തു. അതെ അതെ, തീർച്ചയായും അതിൽ നിന്ന് പോസിറ്റീവായുള്ള പല കാര്യങ്ങളും നമുക്ക് ലഭിക്കും എന്നുള്ളതിനുള്ള ഒരു തെളിവ് തന്നെയാണ് ഈ ഋതു സംഗമം. ഞങ്ങളത് നല്ല രീതിയിൽ തന്നെ വാട്സാപ്പ് ഞങ്ങൾ യൂസ് ചെയ്തു. കുറച്ച് മാസങ്ങളിൽ ഞങ്ങളെല്ലാവരും ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്തു. ഞങ്ങൾ ഗുരുവായൂർ ദൈവാനുഗ്രഹം എന്ന് പറയാം, എൻ്റെ മാരേജ് ആനിവേഴ്സറിയുടെ 10ാമത് മാരേജ് ആനിവേഴ്സറിയുടെ അന്ന് തന്നെ ഞങ്ങൾക്ക് ഗുരുവായൂർ ഞങ്ങളതൊരു ഒന്നര മണിക്കൂർ ഒരു കച്ചേരി ചെയ്യുകയുണ്ടായി. അത് വളരെയധികം വലിയൊരു വൻ വിജയമായിരുന്നു. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ ഈ കൂട്ടായ്മ തിരിച്ച്? 10 കൂടുതൽ 12 വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ എല്ലാവരും ഒന്നായി ഞങ്ങളത് നിങ്ങൾ ഗുരുവായൂരിൽ അത് ഭരതനാട്യവും മോഹിനിയാട്ടവും ചേർന്ന ഒരു ജുഗൽബന്ദി പോലെ ഞങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു അല്ലേ? വളരെയധികം പുതിയ ഒരുവിധം എല്ലാ മീഡിയ കവറേജും വനിത ഇൻക്ലൂഡിങ് വനിത അടക്കം അത് വളരെയധികം കവർ ചെയ്ത ഒരു കാര്യമായിരുന്നു. സിംഗപ്പൂരിൽ വന്നതിന് ശേഷം ഏതൊക്കെ സ്റ്റേജുകൾ മഞ്ജുവിന് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? സിംഗപ്പൂർ വന്ന് ഒരു വർഷമേ ആവുന്നുള്ളൂ ഞാൻ. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഹീസ് ആൻ എൻ്റർപ്രണർ. അദ്ദേഹം ഇവിടെ ഒരു ഷിപ്പ് ചാർട്ടറിങ് ചെന്നൈയിലുള്ളതിന് ഒരു ബ്രാഞ്ചായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അങ്ങനെ അദ്ദേഹം വന്നിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ മക്കളും കൂടെ അദ്ദേഹത്തിന് ജോയിൻ ചെയ്യായിരുന്നു. വന്ന് ഒരു ദീപാവലി ഫെസ്റ്റിവലിന് ഞാനൊരു ഭരതനാട്യം പെർഫോം ചെയ്തു. അപ്പോൾ എനിക്ക് പ്രമോദ് ഗോപാലൻ അങ്കിളാണ് എൻ്റെ ഇവിടുത്തെ ഒരു പിതാവ്. അതെ, ഗോപാലൻ അങ്കിളാണ് എനിക്ക് അന്നും ഇന്നും സിംഗപ്പൂർ എല്ലാ കാര്യങ്ങളിലും ഡാൻസിൻ്റെ കലാലയത്തിൽ നൃത്തരൂപത്തിൽ അദ്ദേഹം വളരെയധികം എൻകറേജ് ചെയ്യുമായിരുന്നു. പിന്നെ അദ്ദേഹം വഴി എനിക്ക് സൂര്യ സിംഗപ്പൂർ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ചിത്ര കൃഷ്ണകുമാർ സർ, ഇവർ രണ്ടുപേരുമാണ്. പിന്നെ സൂര്യ റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ നമോ സിംഗപ്പൂർ, അതിലായിരുന്നു എനിക്കൊരു ബ്രേക്ക് വന്നത്. നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. നരേന്ദ്രമോദി വിസിറ്റ് ചെയ്തപ്പോൾ, അതെ, നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്തപ്പോൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ്. അതെ അതെ, തീർച്ചയായും. ഞാൻ ഇവിടെ വന്നിട്ട് ഞാനത് ഭരതനാട്യമാണ് ഞാൻ അതിൽ ചെയ്തത്. അത് നാട്ടിൽ നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ രൂപങ്ങളെല്ലാം കൂടെ ചേർന്ന് കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, ഒഡീസി, കഥക് ഇവയുടെ എല്ലാം കൂടെ ചേർന്ന ഒരു സമന്വയ അങ്ങനെ ഒരു രൂപം ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തു. അതിനുശേഷം തുടരെ നിരവധി അവസരങ്ങളിൽ പ്രോഗ്രാമുകൾ ചെയ്തു. മലയാളി അസോസിയേഷനിൽ ചെയ്യുകയുണ്ടായി. പിന്നെ കമ്മ്യൂണിറ്റി സെന്റേഴ്സ്, അങ്ങനെ പല സ്റ്റേജുകളും ഇവിടെ ഒരുപാട് സ്റ്റേജുകൾ വന്നതിന് ശേഷം സിംഗപ്പൂരിലെ ഏതോ ഒരു ഡാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, ഞാനിവിടെ അപ്സര ആർട്സ് എന്ന് പറഞ്ഞ ഒരു ഡാൻസ് കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ രാജ്യങ്ങളിലും അവർ റെപ്രസെൻ്റ് ചെയ്ത് നമുക്ക് പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവിടെ കലാക്ഷേത്ര ഭരതനാട്യം നല്ലൊരു ട്രെയിനിങ് ആണ് അവിടെ
കൊറിയോഗ്രാഫർ മോഹനപ്രിയൻ അണ്ണ ആൻഡ് അവിടുത്തെ ക്രിയേറ്റീവ് ഡയറക്ടർ അരവിന്ദ് സർ, ഇവരെല്ലാവരും ഭരതനാട്യത്തിന് അതിനെ ആ ഒരു ലെവലിൽ എത്തിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ ആ ഒരു ടീമിൽ ഇപ്പം ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതൊരു വളരെ നല്ലൊരു അനുഭവമാണ്. അപ്സരാസിൽ പോയി അവിടെ ചെയ്യാൻ പറ്റുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം. പിന്നെ ഈ ആക്ടിവിറ്റീസ് ഒന്നും കൂടാതെ മഞ്ജു ഡേ ടു ഡേ എന്താണ് ചെയ്യുന്നത്? മക്കൾ രണ്ടുപേരും പഠിക്കൽ, അപ്പോൾ അവരുടെ കൂടെ പിന്നെ കുറച്ച് പാട്ടും ഡ്രോയിങ്ങും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മഞ്ജു ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ സിംഗപ്പൂരിൽ? അതെ, ഞാനിവിടെ സെമ്പക വിനായകർ ടെമ്പിൾ അക്കാഡമിയിൽ ഞാനൊരു പ്രാവശ്യം അവിടെ പെർഫോം ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം അവരെന്നെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ ഒരു 4 മാസം മുമ്പ് ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അതല്ലാതെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഏജ് ഗ്രൂപ്പിൽ അമ്മമാർ കുറച്ച് പേര് പഠിക്കാൻ വരുന്നുണ്ട്, പിന്നെ ചെറിയ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അമ്മമാരെ പഠിപ്പിക്കാനാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ സന്തോഷം. കാരണം അവർക്ക് അവരുടെ കോളേജ് സ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ ആ പാഷൻ ഉണ്ട്, പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആ ഒരു സാഹചര്യം ലഭിക്കാതെ പോയ കുറേ പേര് കുഞ്ഞ് 4 വയസ്സ് തൊട്ട് ഇപ്പോൾ ഒരു 40 വയസ്സുള്ളവർ വരെ ഉണ്ട്. പക്ഷെ അവരെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഒരു പഠിപ്പിക്കലല്ല, ഞങ്ങളതൊരു കൂട്ടാണ്. അതെ അതെ. പ്രിയങ്കണം തയ്യും താഹ തയ്യും തയ്യും താഹ പ്രിയങ്കണം തയ്യും തയ്യും താഹ 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 തയ്യും 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 താഹ തയ്യും തയ്യും താഹ. ഹൗസ് ബ്രാൻഡ് കഴിഞ്ഞ 60 വർഷമായി സിംഗപ്പൂരിന്റെ തനത് രുചിക്കൂട്ടുകൾക്കും സ്വാദിനും ഒപ്പമാണ്. ഞങ്ങളുടെ ഓരോ ഉൽപ്പന്നങ്ങളുടെയും വാസനയും ഗുണമേന്മയും നഷ്ടപ്പെടാതിരിക്കാൻ ക്രയോജനിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഞങ്ങളുടെ തന്നെ ഫാക്ടറിയിൽ തയ്യാറാക്കി പാക്ക് ചെയ്യുന്നു. ഹൗസ് ബ്രാൻഡ്, തനത് സ്വാദിന്റെ സംതൃപ്തി. All India Supermart. Enjoy the sprawling one-stop shopping experience in 4 floors. The premier All India Supermart offers wide range and great varieties of consumer products. Groceries to fresh vegetables, chocolates, lifestyle products, fashion wear, pharmacy and beauty. All India Supermart's futuristic self-service kiosk is a highlight for groceries. All India Supermart, 41 Norris Road, Singapore. തിരുമല നെയ് ശർക്കര പായസത്തിന് സ്ട്രോങ് സപ്പോർട്ട്, നെയ്ദോശയ്ക്ക് സൂപ്പർ സപ്പോർട്ട്, ഗുലാബ് ജാമിന് ക്ലോസ് ഫ്രണ്ട്, വീട്ടിലും വിരുന്നിലും ഏറ്റവും അടുത്ത സുഹൃത്ത് തിരുമല നെയ്. തിരുമല നെയ്. Our priceless possession, Ayurveda. At Ananta Ayurveda, relax and detoxify, unwind and rejuvenate your mind and body from an array of treatments and massage therapies. Get expert advice for specific ailments, spinal and muscular conditions. Ananta Ayurvedic Healthcare, Buffalo Road and Yishun Street, 71, Singapore. Call 63964494. Ananta Ayurveda. Reliving a treasured past. Hanifa, the popular name in every household, comes with a great deal of heritage and trust since 1962. Hanifa's new self-service supermarket with a diverse collection of products. Everything you need and something to suit everyone. Hanifa, 118 Dunlop Street and 60 Serangoon Road, Singapore. നിങ്ങളൊരു കൂട്ടായ്മയിലൂടെ ഋതുസംഗമം എന്നുള്ളൊരു പ്രോഗ്രാമിലൂടെ തിരിച്ചു വരികയും ഭരതനാട്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്തതുപോലെ ഇതിന് തീർച്ചയായും ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നിരിക്കും. ഹസ്ബൻഡും മക്കളും എല്ലാം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിങ്ങനെ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്താണ് മഞ്ജുവിന് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായും ആദ്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡ് രാജേഷ് കുറുപ്പ്, രാജേഷേട്ടനാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു ബ്രേക്കിന് ശേഷം ഞാൻ വരാൻ കാര്യം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനമാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് സിംഗപ്പൂർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ബിസിനസ്സിൻ്റെ തിരക്കിനിടയിലായാലും
എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അദ്ദേഹം ചെയ്തു തരുന്നുണ്ട്. എൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ വന്ന് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. കൂടെ മക്കളായാലും അവരും നന്നായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഫാമിലി, എൻ്റെ 2 അമ്മമാരാണ്, ചേട്ടൻ്റെ അമ്മ, എൻ്റെ അമ്മ. ഇവർ രണ്ടുപേരും ആണ് ഞാനിത് ഭരതനാട്യം ഞാൻ രണ്ടാമത് തുടങ്ങിയപ്പം വളരെയധികം അവരുടെ ഒരു പ്രാർത്ഥന എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അച്ഛനൊരു കലാകാരനായിരുന്നു. അച്ഛൻ ചെറുപ്പത്തിലേ തൊട്ട് കോളേജ് വരെ കഴിയുന്നവരെ എന്നെ ഇങ്ങനെ എല്ലാ ഡാൻസ്, വയലിൻ, പാട്ട് ഇത് 3 ഞാൻ അഭ്യസിച്ചിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ക്ലാസ്സിൽ കൊണ്ടുപോകും, അവിടെ പുറത്ത് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവരും, അങ്ങനെ കൂടെ കൊണ്ട് നടന്നു. അച്ഛനതൊരു വലിയ ആഗ്രഹമായിരുന്നു, ഒരു കലാകാരി ആക്കണം എന്നുള്ളത്. അച്ഛനതൊരു ഉള്ളത് കാരണം അച്ഛൻ്റെ ഉള്ളിലെപ്പോഴും നന്നായി പാട്ടൊക്കെ പാടും. അല്ല, അമ്മയും നന്നായി പാട്ട് പാടും. പിന്നെ എനിക്കൊരു ബ്രദർ ചേട്ടനാണെങ്കിൽ ഒരു വെസ്റ്റേൺ ഡാൻസറായിരുന്നു. അവിടെ തൃശ്ശൂർ മൈക്കിൾ ജാക്സൺ എന്നാണ് ചേട്ടൻ അറിയപ്പെട്ടിരുന്നത്. പിന്നെ ആ ചേട്ടൻ ഇപ്പോൾ ബാംഗ്ലൂർ സെറ്റിൽഡാണ്, വൈഫും കുട്ടികളായിട്ടും. ഇപ്പോഴതായാലും ഞാൻ സ്റ്റേജ് കയറുന്നതിന് മുമ്പും ഞാൻ 2 അമ്മമാരെയും വിളിക്കും. അതിൽ ചേട്ടൻ്റെ അമ്മ വലിയ ഭക്തിയാണ്. അപ്പം അമ്മ അവിടെ പ്രാർത്ഥിച്ച എനിക്കിവിടെ ഒരു നല്ലതായിട്ട് പെർഫോം ചെയ്യാമെന്നൊരു വിശ്വാസമാണ് എനിക്ക്. ഇപ്പോൾ ചേട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മയും പിന്നെ എൻ്റെ ചേട്ടൻ 2 അച്ഛന്മാരും, ഇവരാണ് ഇതിൽ ഏറ്റവും വലിയ എൻ്റെ ഒരു ശക്തി. കൊച്ചു നാളിലെ മുതലേ നമ്മുടെ നാട്ടിൽ ഭരതനാട്യം, മോഹിനിയാട്ടം അഭ്യസിക്കുകയും അതിനുശേഷം പല കുട്ടികളും നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണല്ലോ ഭരതനാട്യം എന്ന് പറയുന്നത്. അത് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആകുകയും അവർ അതിൽ നിന്നെല്ലാം വിട്ടുപോവുകയും ചെയ്യുന്നുണ്ടല്ലേ. പക്ഷെ നിങ്ങളുടെ ഒരു കൂട്ടായ്മയിലൂടെ, നിങ്ങൾ ഹൃദയസംഗമം എന്നുള്ള ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾ സംഘടിക്കുകയും ആ പാഷൻ നിങ്ങൾ നിലനിർത്തുകയും ചെയ്തു. പ്രത്യേകിച്ചും മഞ്ജുവിൻ്റെ അഭിപ്രായത്തിൽ പുതിയ ആൾക്കാരോട് ഇങ്ങനെ വിട്ടുകളയുന്ന, ഈ പാഷൻ കണ്ടിന്യൂ ചെയ്യാതെ വിട്ടുകളയുന്ന കുട്ടികളോട് എന്താണ് മഞ്ജുവിന് പറയാനുള്ളത്? ചെറുപ്പകാലഘട്ടത്തിൽ ആ ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. പഠിച്ച് പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ആർക്ക് വേണമെങ്കിലും ആ ഒരു ആഗ്രഹം അകത്തുണ്ടെങ്കിൽ നമ്മൾ തടസ്സങ്ങൾ, അയ്യോ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊന്നും ഒരു വിഷയമേ അല്ല. നമ്മുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് തടസ്സവും നീക്കി നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് ഞങ്ങൾ ഈ 6 ഇടങ്ങളിൽ നിൽക്കുന്നവർ ഞങ്ങൾ ഒരുമിച്ച് ഇത്രയും ചെയ്തത്. അപ്പം അത് ആർക്കും ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. അത് മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് പ്രത്യേകിച്ച് എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്. മഞ്ജുവിന് ഏതെങ്കിലും ഒരു സ്റ്റേജ് വളരെ അറ്റാച്ച്ഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഡാൻസ് പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് ഇതുവരെയുള്ള കരിയറിൽ? ഏറ്റവും മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ കോളേജ് കാലഘട്ടത്തിൽ ഞങ്ങൾ മാതൃഭൂമി കലോത്സവം, അത് ഒരു 4 വർഷം തുടർച്ചയായി പോകാൻ എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരേ കോളേജിൽ തന്നെ പഠിച്ചിരുന്ന കാരണം. അപ്പോൾ അവിടെ വെച്ച് കമലഹാസൻ സാറിൻ്റെ നിന്ന് ഞങ്ങൾക്ക് 1ാം സമ്മാനം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നിന്ന് പ്രൈസ് വാങ്ങിയ ഒരു അനുഭവം, അത് അന്നും ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. മഞ്ജു ആരെങ്കിലും റോൾ മോഡലായി സ്വീകരിച്ചിട്ടുണ്ടോ ഭരതനാട്യത്തിൽ? അല്ലെങ്കിൽ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ അവരുടെ? തീർച്ചയായും എനിക്ക് ശോഭന മാം, ഞാൻ അന്നും ഇന്നും ചെറുപ്പം തൊട്ടേ വളരെയധികം ആസ്വദിച്ച് ഞാൻ ശോഭന മാമിൻ്റെ വീഡിയോസും ഡാൻസും എല്ലാം ഞാൻ കാണുമായിരുന്നു. ഒരവസരം കിട്ടി എനിക്ക് നേരിട്ട് പോയി പരിപാടി കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല. നിങ്ങൾ ഋതുസംഗമത്തിലെ കൂട്ടായ്മ ഗുരുവായൂരിൽ പ്രോഗ്രാം നടത്തിയതിന് ശേഷം പിന്നീട് ഒന്നിക്കുകയുണ്ടായോ, അതോ ഇനിയും നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഞങ്ങൾ ഒന്നിക്കുകയുണ്ടായി. അന്ന് ഋതുസംഗമം കഴിഞ്ഞ അന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു, ഇനി വർഷത്തിലൊരിക്കലെങ്കിലും, കാരണം എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്, അപ്പോൾ ഒരിക്കലെങ്കിലും എവിടെയെങ്കിലും വെച്ച് നമുക്ക് നമ്മുടെ ഈ പാഷൻ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ അന്നേ തീരുമാനിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് അമേരിക്കയിൽ നിന്ന് സിന്ന ചന്ദ്രൻ, ചെന്നൈയിൽ നിന്ന് ഞാൻ, ചെന്നൈയിൽ നിന്ന് പിന്നെ സിന്ധു ശ്യാം ഗണേഷ് സീരിയൽ സിനിമ ആക്ട്രസ്, പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് അനിത കൃഷ്ണൻ, മുളകന്താവ് തൃശ്ശൂരിൽ നിന്ന് ബിനി ബാലേന്ദ്രൻ, എറണാകുളത്തിൽ നിന്നും ധന്യ കിരൺ. ഞങ്ങളിങ്ങനെ 6 പേര് ചേർന്നതുകൊണ്ടാണ് ഋതുസംഗമം എന്ന പേരിൽ അത് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ അതിനുശേഷം സിംഗപ്പൂർ വന്നതിന് ശേഷം എനിക്കിവിടെ പല ഓപ്പർച്യൂണിറ്റീസും കിട്ടിത്തുടങ്ങി. അപ്പോൾ ആഗ്രഹം വന്നു, ഓക്കെ നമുക്ക് എന്തുകൊണ്ട് സിംഗപ്പൂരിൽ ചെയ്തുകൂടാം. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചു, ഓക്കെ നമുക്ക് സിംഗപ്പൂർ എന്നാൽ അടുത്ത ഋതുസംഗമം സിംഗപ്പൂർ ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ പ്രമോദ് ഗോപാലൻ അങ്കിളും പിന്നെ ഡോക്ടർ ചിത്ര കൃഷ്ണകുമാർ ആൻഡ് കെ ചേട്ടൻ, സൂര്യ സിംഗപ്പൂർ ചാപ്റ്റർ പ്രസിഡൻറ്റ്, ഞാൻ അവരെ അപ്രോച്ച് ചെയ്തു. ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ചെയ്യുന്നവരുടെ എല്ലാം പ്രൊഫൈൽ കാണിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോഴേ ചിത്ര ചേച്ചി വളരെ ഇമ്പ്രസ്ഡായി. ചിത്ര ചേച്ചി അന്ന് തൊട്ട് ഒരു 6 മാസം മുമ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് തുടങ്ങിയതാണ്. ചിത്ര ചേച്ചി അതിന് വേണ്ടതെല്ലാം ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഇവിടെ ഒരു പൂങ്കോൾ കമ്മ്യൂണിറ്റി സെൻറ്ററിൽ ഓണം സെലിബ്രേഷനിൽ ഒരു 1.5 മണിക്കൂർ മാർഗം ഒരു കച്ചേരി ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് ചിത്ര ചേച്ചി അവസരം ഒരുക്കി തന്നു.
അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് അവിടുന്ന് പ്രോഗ്രാമിന് 2-3 ദിവസം മുമ്പ് വന്ന് എൻ്റെ വീട്ടിലായിരുന്നു സ്റ്റേ എല്ലാം. ഞങ്ങൾ ആ ഒരു 3 ദിവസവും ഡാൻസ് മാത്രം വീട്ടിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന കാരണം ഞങ്ങളെല്ലാം പലയിടത്തുനിന്ന് വരികയാണല്ലോ. അപ്പം ഞങ്ങൾ രാവിലെ തൊട്ട് രാത്രി വരെ ഡാൻസ്, അതൊരു വേറൊരു ലോകമായിരുന്നു. ഞങ്ങളുടെ ആ കോളേജ് കാലഘട്ടം ഞങ്ങളത് റിവൈൻഡ് ചെയ്തെടുക്കുകയായിരുന്നു. പിന്നെ അതേസമയം തന്നെ ജോബ് ലോനപ്പൻ സർ, ഞങ്ങളുടെ കോളേജ് കാലഘട്ടത്തിലെ ഗുരു സർ, അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം തന്നിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇവിടെ അത് അവതരിപ്പിക്കാൻ സാധിച്ചു. ഞങ്ങൾ നൃത്യ പഞ്ചമം എന്നുള്ള പേരിലാണ് ഇവിടെ അത് അവതരിപ്പിച്ചത്. നൃത്യപഞ്ചമം. എന്തായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മോഹിനിയാട്ടവും ഭരതനാട്യവും കൂടെ ജുഗൽബന്ദിയായിട്ട് ചെയ്യുമായിരുന്നു. പ്രോപ്പർ മാർഗം, സ്തുതി തൊട്ട് തില്ലാന വരെ ഒരു പാറ്റേണിൽ ഞങ്ങളത് അവതരിപ്പിക്കുകയായിരുന്നു. ഹൗസ് ബ്രാൻഡ് കഴിഞ്ഞ 60 വർഷമായി സിംഗപ്പൂരിന്റെ തനത് രുചിക്കൂട്ടുകൾക്കും സ്വാദിനും ഒപ്പമാണ്. ഞങ്ങളുടെ ഓരോ ഉൽപ്പന്നങ്ങളുടെയും വാസനയും ഗുണമേന്മയും നഷ്ടപ്പെടാതിരിക്കാൻ ക്രയോജനിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഞങ്ങളുടെ തന്നെ ഫാക്ടറിയിൽ തയ്യാറാക്കി പാക്ക് ചെയ്യുന്നു. ഹൗസ് ബ്രാൻഡ്, തനത് സ്വാദിന്റെ സംതൃപ്തി. QBB Pure Ghee for cooking, baking and barbecue. Superior taste in so many ways. QBB Pure Ghee. മഞ്ജുവിൻ്റെ ഈ കരിയറിൽ 4 വയസ്സ് മുതൽ ഇതുവരെയുള്ള കരിയറിൽ ആരൊക്കെയായിരുന്നു ഗുരുക്കന്മാർ? ഡാൻസിൽ ഭരതനാട്യം ഞാൻ പറഞ്ഞ പോലെ 4 വയസ്സിൽ ഞാൻ കലാമണ്ഡലം കൃഷ്ണകുമാരി ടീച്ചറുടെ അടുത്ത് തുടങ്ങി. ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തൃശ്ശൂർ രാധ ടീച്ചറുടെ അടുത്ത് പഠിക്കുകയുണ്ടായി. പിന്നെ തൃശ്ശൂർ ജനാർദ്ദനം മാഷ്, പിന്നെ തൃശ്ശൂർ ജോബ് ലോനപ്പൻ മാഷ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വിവാഹ ജീവിതം, അതിനുശേഷം ബ്രേക്ക് വന്നതിന് ശേഷം കലാക്ഷേത്ര കാർവർണൻ സർ. ഇതായിരുന്നു ഭരതനാട്യത്തിൽ എൻ്റെ ഗുരുക്കന്മാർ. പിന്നെ പാട്ടും അഭ്യസിച്ചിട്ടുണ്ട് ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ. ഭരതനാട്യം കൂടാതെ വേറെ ഏതൊക്കെ കലകളാണ്? ശാസ്ത്രീയ സംഗീതം ഞാൻ മദ്രാസ് മ്യൂസിക് കോളേജ് പ്രിൻസിപ്പൽ ശാന്ത ടീച്ചറുടെ അടുത്ത് ഞാൻ പഠിക്കുകയുണ്ടായിരുന്നു. കോമാട്ടിൽ ശാന്തകുമാരി. പിന്നെ ലക്ഷ്മി ടീച്ചറുടെ അടുത്തും പാട്ട് പഠിച്ചിരുന്നു. പിന്നെ വയലിൻ, അത് പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹത്തിൽ തന്നെ പോയിരുന്നതാണ്. തൃശ്ശൂർ ബാലചന്ദ്ര മാഷിൻ്റെ കീഴിൽ വയലിനും കുറേ നാൾ അഭ്യസിച്ചിരുന്നു. പിന്നെ അതിനുശേഷം കോളേജ് ജീവിതം എത്തിയതിന് ശേഷം പിന്നെ ഡാൻസ് മാത്രമായിരുന്നു ഫോക്കസ്ഡ്. മഞ്ജുവിന് സിംഗപ്പൂരിൽ ഏതൊക്കെ സ്റ്റേജുകൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? തീർച്ചയായും നമോയിലായിരുന്നു തുടക്കം. അത് വളരെയധികം ഒരു സക്സസ് ആയ ഒരു പെർഫോമൻസ് ആയിരുന്നു. സൂര്യ സിംഗപ്പൂർ ചാപ്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്തത്. പിന്നെ അതിനുശേഷം ടെമ്പിളിൽ ചെയ്തതും പിന്നെ കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സിൽ ഒരുപാട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ട് ഞാൻ പല വേദികളിലും പെർഫോം ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ തീർച്ചയായും അമ്പലത്തിൽ കുട്ടികൾ, എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികൾ ഇനി നിരവധി സ്റ്റേജുകളിൽ അവർ ചെയ്യാൻ പോകുന്നുണ്ട്. വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ മഞ്ജുവിനെ വളരെയധികം സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ ചാൻസ് കിട്ടിയല്ലേ സിംഗപ്പൂരിൽ? വളരെയധികം സ്റ്റേജ് ഓപ്പർച്യൂണിറ്റി ഇനിയും കാത്തിരിക്കുന്നു മഞ്ജുവിനെ. മഞ്ജുവിന് എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? എൻ്റെ കൂടെ പഠിക്കാൻ വരുന്നവർക്ക് നല്ല രീതിയിൽ അഭ്യസിപ്പിച്ചു കൊടുക്കണം. പിന്നെ കുറേ പ്രൊഡക്ഷൻ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്സരാസിലും അമ്പലങ്ങളിലും അങ്ങനെയായിട്ട്. അതെല്ലാം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം. അതൊക്കെയാണ് ആഗ്രഹങ്ങൾ. സ്വന്തമായ ഒരു ഡാൻസ് പ്രൊഡക്ഷൻ തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഭാവിയിൽ ആയിക്കൂടായികയില്ല. മഞ്ജുവിന് ഇനിയും കലാപരമായ ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിലും സിംഗപ്പൂർ ചോയ്സിലെ ഈ പ്രോഗ്രാമിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. ഗംഗണപതയേ നമഃ. ഗംഗണപതയേ നമഃ.
സിംഗപ്പൂർ ചോയ്സിൽ ഇന്ന് ഞങ്ങളുടെ സെഗ്മെന്റിലൂടെ പങ്കുവച്ച കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത സൺഡേ വീണ്ടും കുറേ അധികം കാഴ്ചകളുമായി വരുന്നവരെ ബൈ. സിംഗപ്പൂർ ചോയ്സ് സമർപ്പിച്ചത് ഹൗസ് ബ്രാൻഡ് തനതായ സ്വാദിന്റെ സംതൃപ്തി. പവേഡ് ബോയ് ഓൾ ഇന്ത്യ സൂപ്പർ മാർട്ട് സിംഗപ്പൂർ ഹോൾസെയിൽ പ്രൈസ് അറ്റ് റീറ്റെയിൽ മാർട്ട്. Co-sponsored by Tirumalagi, the trusted taste of Kaugi.